ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയിലെ അരിങ്ങോടർ പറയുന്ന ഒരു ഡയലോഗുണ്ട്. എതിരെ കളിക്കുന്നത് അരിങ്ങോടറാകുമ്പോൾ ഏത് കളിയും പ്രതീക്ഷിക്കണം. കാണാത്ത അടവുകൾ കാണുമ്പോൾ കള്ളക്കോൽ എന്ന് പറയരുത്. അത് നിങ്ങൾക്ക് പഠിപ്പ് തികയാത്തതിൻ്റെ ദോഷം. ഈ ഡയലോഗിന് എന്താ പ്രസക്തി എന്നല്ലേ? ഉണ്ട്. മോദി ധർമ്മേന്ദ്ര പ്രധാനെ കൊണ്ട് രാജിവെപ്പിച്ചു. അത് വളരെ മോശമായി പോയി എന്ന് ഒരു കൂട്ടർ സങ്കടപ്പെടുമ്പോൾ തന്നെ മോഡി തകർന്നു എന്ന് ആഘോഷിക്കുന്ന മറ്റൊരു കൂട്ടർ. പക്ഷേ കളിക്കുന്നത് അരിങ്ങോടർക്ക് എതിരെയാണെന്ന് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് രണ്ട് കൂട്ടരോടാണ്. അതിൽ ഒന്ന് യോഗേന്ദ്ര യാദവിനോട്, മറ്റൊന്ന് പാറ്റാക്കൂട്ടങ്ങളോടും. യോഗേന്ദ്ര യാദവ് എന്ന സലീമിനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമായി പറഞ്ഞിരുന്നു. ഭാരതത്തിൽ എന്ത് കുത്തിത്തിരിപ്പുണ്ടായാലും അതിൻ്റെ പിന്നിൽ സലീം ഉണ്ടാവും. പക്ഷേ ഒരു കണ്ടീഷൻ മാത്രം, ഫോറിൻ ഫണ്ട് ഉണ്ടാകണം. പാറ്റ സമരത്തിൽ വിദേശ ഫണ്ടിന് ഒരു ബുദ്ധിമുട്ടുമില്ലാത്തതിനാൽ സലീം ഇവിടെയും പ്രത്യക്ഷപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച സലീം നടത്തിയ ഒരു പ്രസ്താവന നിങ്ങൾ എല്ലാം കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും ഞാനത് ഒന്നുകൂടി ആവർത്തിക്കാം. അയാൾ പറയുന്നത് ഇന്ത്യയുടെ ഭാവി ഇനി തീരുമാനിക്കപ്പെടേണ്ടത് പാർലമെന്റിൽ അല്ല എന്നാണ്. അതായത് ഇലക്ഷനുകൾ അല്ല ഭാരതത്തെ നിയന്ത്രിക്കപ്പെടേണ്ടത് എന്നാണ് അയാൾ പറയുന്നത്. മറിച്ച് തെരുവ് യുദ്ധത്തിലൂടെ, ചെറുത്തുനിൽപ്പിലൂടെ അധികാരം പിടിച്ചുപറ്റുക എന്നുള്ളതാണ് ഭാവി എന്നാണ് അയാൾ പറയുന്നത്. BJPയെ ഒരു ഇലക്ഷനിൽ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്ന തിരിച്ചറിവായിരിക്കണം അയാളെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്. ഇത്രയും വലിയ ഒരു ജനാധിപത്യ ദ്രോഹിയെ ഈ രാജ്യത്ത് വച്ചുകൊണ്ടിരുന്നാൽ അത് വലിയ അപകടത്തിലേക്ക് പോകും. അത് മനസ്സിലാക്കി ഇവിടുത്തെ പോലീസ് സംവിധാനം എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. പണ്ട് സലീമിനെ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് കേജ്രിവാൾ പുഷ്പം പോലെ എടുത്തു കളഞ്ഞതാണ്. ഇന്നയാൾ വോക്ക്, ലിബറൽ, കമ്മ്യൂണിസ്റ്റ് പൊറോട്ട് നാടകവുമായി നടക്കുന്ന ആൾക്കാരുടെ സന്തത സഹചാരിയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ CP ജോൺ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇയാളെ ഡൽഹിയിൽ വെച്ച് കണ്ടിരുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത് കണ്ടിരുന്നു. മറ്റൊരു വീഡിയോയിൽ ഞാനത് പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഞാനത് ഇവിടെ വിശദീകരിക്കുന്നില്ല. എനിക്ക് രണ്ടാമത് പറയാനുള്ളത് പാറ്റക്കൂട്ടങ്ങളോടാണ്. അവരും കളിക്കുന്നത് മോഡിയോടാണ്. ആ നിശ്ചയം ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ പണി പാളും. ഡൽഹിയിലെ ഷഹീൻ ബാഗിൽ പൗരസ്ത്യ ഭേദഗതി ബില്ലിന് വിരുദ്ധമായി നടന്ന സമരത്തിലും മോഡി നിലകൊണ്ടത് ഇങ്ങനെയുള്ള ഒരു നിലപാടായിരുന്നു. അത് അവിടെ നിൽക്കട്ടെ. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് മറ്റൊരു കാര്യമാണ്. ധർമ്മേന്ദ്ര പ്രധാന് ശേഷം അടുത്ത ലക്ഷ്യം അമിത്ഷായാണോ? അതിനുള്ള കലം ഒരുക്കി തുടങ്ങിയോ? അങ്ങനെ വേണം കരുതാൻ. കാരണം കോക്രോച്ച് പാർട്ടിയുടെ സമരം അവസാനിച്ചിട്ടില്ല. ഈ പാറ്റപ്പിള്ളാരെ തെരുവിൽ ഇറക്കിയ ടോർപിഡോ ഗാങ്ങിൻ്റെ ഒരു താല്പര്യവും ഇവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. പ്രധാനമായും അവർ ഉന്നം വെച്ചത് FCRA പിൻവലിക്കലും ഉത്തർപ്രദേശിലെ ഇലക്ഷനും ആയിരുന്നു. അത് രണ്ടും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മോഡി ഗവൺമെൻറ് വളരെ ശ്രദ്ധയോടെ മാത്രമേ ഇനിയുള്ള ഓരോ നിമിഷവും മുന്നോട്ട് പോകാവൂ. 100 മീറ്റർ സ്പ്രിന്റ് ഓടുന്ന ഒരു ഓട്ടക്കാരൻ്റെ കൃത്യത ഓരോ സെക്കൻഡിലും ഈ ഗവൺമെൻറ്റിന് ഉണ്ടാകണം. 12 വർഷം കൊണ്ടുണ്ടായ ഒരു ചെറിയ ക്ഷീണം ആണ് കാര്യങ്ങളെ ഇത്ര വരെ കൊണ്ടെത്തിച്ചത്. ഇതിനെ അഡ്മിനിസ്ട്രേറ്റീവ് ഫെറ്റീഗ് എന്ന് പറയും. അതായത് ഭരണപരമായ ഒരു മടുപ്പ്. എപ്പോഴും ജാഗ്രതയായി ഇരുന്ന ഭരണ സംവിധാനത്തിനുണ്ടായ ഒരു ജാഗ്രതക്കുറവ്, അതാണ് ഇവിടെ സംഭവിച്ചത്. ദീർഘദൂരം വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവർക്ക് കണ്ണൊന്ന് ചിമ്മിയാൽ ഉണ്ടാകുന്ന അപകടം പോലെ അനേകം കാതം താണ്ടി താൻ സേഫായി കൊണ്ടുവന്ന യാത്രക്കാർ ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ അപകടത്തിൽ ചെന്ന് ചാടുന്നത് പോലെ ഉള്ള ഒരവസ്ഥ. FCRA പിൻവലിച്ചില്ലെങ്കിൽ ശ്രീ അമിത്ഷാ രാജിവെക്കണം എന്ന ആവശ്യം പരോക്ഷമായെങ്കിലും ഉയർന്നു കഴിഞ്ഞു. ഭാരതത്തിലെ ക്രിസ്ത്യൻ ലോബിയാണ് ഇതിൻ്റെ പിന്നിൽ. കാത്തലിക് ബിഷപ്പ്മാരുടെ യോഗം FCRA ബില്ലിനെ നിശിതമായി വിമർശിക്കുകയും അത് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇത് 2 കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒന്നാമത്തേത്, നീറ്റ് സമരം നീണ്ടുപോകുമെന്നും അത് സർക്കാരിൻ്റെ കൺട്രോളിൽ നിന്ന് പുറത്തു പോകുമെന്നും ഇവിടെ ഒരു റെജിം ചേഞ്ച് ഉണ്ടാകുമെന്നും ഇവർ ആഗ്രഹിച്ചിരുന്നു. ബംഗ്ലാദേശിലും നേപ്പാളിലും ശ്രീലങ്കയിലും നടന്നതുപോലെ. രണ്ടാമത്തേത്, ഒരുപക്ഷെ റെജിം ചേഞ്ച് ഉണ്ടായില്ല എങ്കിൽ കൂടി സമരം നീണ്ടുപോയാൽ സർക്കാർ കൂടുതൽ സമ്മർദ്ദത്തിലാകുമെന്നും അപ്പോൾ FCRA, ആർട്ടിക്കിൾ 370, വഖഫ് ഭേദഗതി, CAA പിൻവലിക്കൽ തുടങ്ങി ഇവർ വിചാരിക്കുന്നതെല്ലാം നേടിയെടുക്കാം എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ഗവൺമെൻറ് ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ചത് മൂലം സമരത്തെ പെട്ടെന്ന് ഒതുക്കാൻ പറ്റി. നല്ല ഫണ്ട് വാങ്ങി സുഖമായി ജീവിച്ചിരുന്ന ചെറുപ്പക്കാർക്ക് ഡൽഹിയിലെ കൊടും ചൂടിൽ ജന്തർ മന്ദറിൽ ഇതിൽ കൂടുതൽ സമയം ഇരിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഇത് പ്ലാൻ ചെയ്ത ബുദ്ധിജീവികൾക്ക് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല. ഫീസ് വാങ്ങി സമരത്തിന് പോകുന്ന സോണം വാങ്ചുക്ക്
നിരാഹാരത്തിൽ നിന്നും പിന്മാറിയതോടുകൂടി അവരുടെ പ്രതീക്ഷകൾ മങ്ങി. അതോടുകൂടിയാണ് ഗുണ്ടാകളെ പൈസ കൊടുത്ത് അവിടെ എത്തിച്ചതും പോലീസുമായി നിരന്തരം ഏറ്റുമുട്ടൽ ആരംഭിച്ചതും. ഡൽഹി പോലീസിന്റെ കണക്ക് പ്രകാരം 2873 ക്രിമിനലുകളാണ് പാറ്റ സമരത്തിൽ പങ്കെടുത്തത്. കൊലക്കുറ്റം മുതൽ പോക്കറ്റടി വരെ തൊഴിലാക്കിയവർ ഇക്കൂട്ടത്തിലുണ്ട്. അഭിജിത്ത് ദീപ്കെ അമേരിക്കയിലേക്ക് തിരിച്ചു പോകുന്നു എന്നൊരു വാർത്ത കേട്ടു. ദീപ്കെ പോയാലും സൗരവ് ദാസും അശുതോഷ് രംഗയും ഇവിടെ തന്നെയുണ്ട്. പണ്ട് കേജ്രിവാളിന്റെ ഉഡായിപ്പ് പാർട്ടിയുടെ IT സെല്ലിന്റെ ചാർജ് വഹിച്ചിരുന്ന അഭിജിത്ത് ദീപ്കെ അമേരിക്കയിൽ വെച്ച് റിക്രൂട്ട് ചെയ്യപ്പെട്ട ഒരു ആക്ടിവിസ്റ്റാണ്. സുപ്രീം കോടതിയിൽ ഒരു വ്യാജ LLB കാരനെ ശകാരിക്കുന്നതിനിടെ കോക്രോച്ച് എന്ന വാക്ക് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ഉപയോഗിച്ചു. ഇത് യുവാക്കളെ മൊത്തം അപമാനിക്കാൻ ആയിരുന്നു എന്ന കാരണവും പറഞ്ഞ് തുടങ്ങിവെച്ച പ്രസ്ഥാനമാണ് കോക്രോച്ച് ജനതാ പാർട്ടി. അഭിജിത്ത് ദീപ്കയെ തുടക്കം മുതലേ വീക്ഷിക്കുന്നവർക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു: ഇയാൾക്ക് വ്യക്തിപരമായ ഒരു താല്പര്യം ഈ സമരത്തിൽ ഇല്ലായിരുന്നു എന്നത്. അതുകൊണ്ടാണ് അയാൾ സമരമുഖത്ത് നിന്ന് പിൻവലിഞ്ഞു നിന്നതും ഒരു പകരക്കാരനായി പഴയ മക്സസെ അവാർഡ് ജേതാവായ സോണം വാങ്ചുക്കിനെ കൊണ്ടുവന്നതും. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ വക്താക്കളായിട്ടാണ് മക്സസെ അവാർഡ് ജേതാക്കളെ എന്നും ജനങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. ഇവിടെയും വാങ്ചുക്ക് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ അസറ്റ് ആയിട്ടാണ് തന്നെയാണ് ഈ സമരത്തിൽ പങ്കെടുത്തത്. പക്ഷേ അഭിജിത്ത് ദീപ്കയുടെ ആത്മാർത്ഥത ഇല്ലായ്മയിൽ ഭയം തോന്നിയാണ് വാങ്ചുക്ക് ഈ സമരത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചത്. എന്നു മാത്രവുമല്ല, ഈ പാറ്റക്കൂട്ടത്തെ നിയന്ത്രിക്കുന്ന വലിയ സ്രാവുകളുടെ ഉദ്ദേശം രക്തസാക്ഷികളെ ഉണ്ടാക്കുക എന്നതാണ് എന്ന് വാങ്ചുക്ക് മനസ്സിലാക്കി. അതുകൊണ്ട് അയാൾ തന്ത്രപൂർവ്വം നിരാഹാരത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഗവൺമെന്റ് സംവിധാനങ്ങൾ പൂർണ്ണമായി പിന്തുണ കൊടുത്തപ്പോൾ അയാളത് സ്വീകരിക്കുകയും ചെയ്തു. ഈ സമരം വിദേശത്ത് വെച്ച് തീരുമാനിക്കപ്പെട്ടു എന്നതിൻ്റെ വിശദാംശങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടി ആദ്യമായി അക്കൗണ്ട് തുറന്നത് അമേരിക്കയിലായിരുന്നു. പിന്നീട് അത് അയർലൻഡിലേക്ക് മാറ്റുകയായിരുന്നു. ഡൽഹിയിലെ സമരത്തിന് കോടിക്കണക്കിന് രൂപ സഹായമായി എത്തി. അത്രയും പണം എവിടെ നിന്ന് വന്നു, എങ്ങനെ ചെലവഴിച്ചു എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അതുണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ സമരം ഇന്ത്യയിൽ, അതായത് ഡൽഹിയിൽ ഓർഗനൈസ് ചെയ്ത ഗ്രൂപ്പിൻ്റെ ആവശ്യങ്ങൾ ഒന്നും തന്നെ നിറവേറ്റപ്പെട്ടിട്ടില്ല എന്നത് വാസ്തവമായിരിക്കെ ഇനിയും ഉടനെ തന്നെ മറ്റൊരു സമരം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ ഗ്രൂപ്പിന് ഏറ്റവും കൂടുതൽ വിളറൊഴിപ്പിക്കുന്ന പ്രധാന പ്രശ്നം FCRA. തുടർന്ന് വരുന്ന ഉത്തർപ്രദേശ് ഇലക്ഷനും ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ഘടകമാണ്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി മോഡിജിയോടാണ്. ഈ സമരത്തിൽ അങ്ങ് തോറ്റിരിക്കുന്നു. കഴിഞ്ഞ 12 വർഷം ഇടതടവില്ലാതെ അങ്ങ് ജോലി ചെയ്തു. പക്ഷേ ഒരു നിമിഷത്തേക്ക് അങ്ങയുടെ കണ്ണ് ഒന്ന് ചിമ്മിപ്പോയി. അത് നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ 800 വർഷം വിദേശ ആധിപത്യത്തിലും അതിനുശേഷം 60 വർഷം കോൺഗ്രസ് ആധിപത്യത്തിലും നശിച്ചുപോയ ഒരു രാജ്യത്തെ കരയ്ക്ക് കയറ്റാൻ വേണ്ടി അങ്ങ് ഇടതടവില്ലാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിലാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം പുറപ്പെട്ടത്. ആ യുദ്ധക്കെടുതി നമ്മുടെ രാജ്യത്തിന് ഉണ്ടാകാതിരിക്കാൻ അങ്ങ് വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. അന്താരാഷ്ട്ര വേദികളിൽ അങ്ങയുടെ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങയുടെ ശ്രദ്ധ കുറച്ച് അന്താരാഷ്ട്ര വിഷയങ്ങളിലേക്ക് കൂടി പോകുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു ചെറിയ നോട്ടക്കുറവുണ്ടായത് എന്ന് വിശ്വസിക്കാനാണ് ഭാരതത്തിൻ്റെ ദേശീയതയിൽ ഉറച്ചു വിശ്വസിക്കുന്ന എനിക്ക് ആഗ്രഹം. താങ്കളുടെ എതിരാളികൾ വളരെ സംഘടിതരാണ്. ഒരു പഴുതിനു വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണവർ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും ഏറെ പണവും മറ്റ് റിസോഴ്സസും ഇവരുടെ കയ്യിലുണ്ട്. ഈ രാജ്യം പല കഷ്ണങ്ങളായി കാണാൻ ആഗ്രഹിക്കുന്നവർ, അമേരിക്കൻ ചാരസംഘടനയുടെ പിടിയാളുകൾ, കിട്ടുന്ന വിലയ്ക്ക് ഈ രാജ്യത്തെ വിൽക്കാൻ തയ്യാറാക്കി നിൽക്കുന്നവർ, അവർ അങ്ങയുടെ കൂട്ടത്തിലുമുണ്ട്. അങ്ങയുടെ ചുറ്റും നിൽക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിലും അവരുണ്ട്. 2014 അങ്ങ് അധികാരമേറ്റ് ഡൽഹിയിൽ എത്തുന്നതുവരെ ഈ ശക്തികളുടെ കയ്യാളായി നിന്നവരാണ് തങ്ങളുടെ ചുറ്റും നിൽക്കുന്ന പലരും. അതുകൊണ്ടാണ് ചിലർ ധൈര്യമായി പറയുന്നത് സർക്കാർ അങ്ങയുടേതാണെങ്കിലും സിസ്റ്റം ഞങ്ങളുടേതാണ് എന്ന്. അതിൽ അവർ ഊറ്റം കൊള്ളുന്നത് വെറുതെയല്ല. സർക്കാർ മാത്രമല്ല, സിസ്റ്റവും നമ്മുടേതാക്കി മാറ്റാൻ നമുക്ക് കുറച്ച് സമയം കൂടി വേണ്ടിവരും. ഒരു ജനറേഷണൽ ചേഞ്ച് വേണ്ടിവരും. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.